ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് അനിയെ ഉപദേശിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൻ്റെ സ്റ്റാറ്റസ്, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ മനസ്സമാധാനം, അതുപോലെ മറ്റുള്ളവരുടെ ജീവിതം എല്ലാം നമ്മൾ നോക്കണം. നയനെ എനിക്കിഷ്ടമല്ലായിരുന്നു, എന്നിട്ട് ഞാൻ അവളെ കല്യാണം കഴിച്ചത് മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിയെ ഇപ്പോഴേട്ടൻ വെറുക്കുന്നതോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതിൻ്റെ കാരണം നിനക്കറിഞ്ഞുകൂടെ? ആ സമയം അനി പറയുന്നുണ്ട്, അതിനേക്കാൾ വലിയ തെറ്റാണ് അനാമിക ചെയ്തത്, അതുകൊണ്ട് എനിക്ക് അവളെ വേണ്ട, അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞ് അനിയും പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദുവിൻ്റെ ഫോണിലേക്ക് അനി ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പക്ഷെ നന്ദു ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് അനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അവൾ മനഃപൂർവ്വം എടുക്കാതിരിക്കുന്നതാണോ? എന്നിട്ട് പിന്നെയും അനി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ അനാമിക വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വിളിക്കടാ വിളിക്ക്, അവളെ ആയിരിക്കും വിളിക്കുന്നത്. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെ വിളിച്ചാലും നിനക്കെന്താ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എനിക്കൊന്നുമില്ല, അതുകൊണ്ടാണ് വിളിച്ചോളാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ നേരെ ക്യാമ്പിലേക്ക് വിട്ടോ, എന്നിട്ട് അവിടെയുള്ളവരുടെ തല്ലും കൂടി വാങ്ങിയിട്ട് വന്നോ. അപ്പോൾ അനി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഒന്നിച്ച് ഒരു മുറിയിൽ കഴിയുന്നത്. ധാരാളം മുറികളുള്ള വീടാണ് ഇത്, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും മുറിയിൽ പോയേനെ. അന്നേരം അനാമിക പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ ഇന്ന് നിനക്ക് സൗകര്യമായില്ലേ, ഏത് നേരവും അവളെ വിളിച്ചുകൊണ്ടിരിക്കാമല്ലോ, പിന്നെ വീഡിയോ കോളും ചെയ്യാം. അപ്പോൾ അനി പറയുന്നുണ്ട്, നീയും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, നിനക്ക് എന്നേക്കാൾ സൗഹൃദം മറ്റ് ആൺകുട്ടികളുമായിട്ടാണ്. അതുപോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നന്ദു, നീ എങ്ങനെ പോയാലും ഞാനത് ചോദ്യം ചെയ്യില്ല, അതുപോലെ ആ മാന്യത നീയും കാണിക്കണം. അന്നേരം അനാമിക പറയുന്നുണ്ട്, മറ്റേതൊരു പെൺകുട്ടിയുടെ പിന്നാലെ നീ പോയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ നന്ദു എന്ന് പറഞ്ഞവളെ എനിക്ക് വെറുപ്പ, അവളെ കടിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. അന്നേരം അനി പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ട്രെയിനിങ് കഴിഞ്ഞ് അവൾ വരുന്നത് ഒരു SI ആയിട്ടാ, പിന്നെ അവളെ കടിച്ചു കീറാനായിട്ട് മുന്നിലേക്ക് ചെന്നാലുണ്ടല്ലോ, കടിച്ചു കീറാനായിട്ട് ചെന്ന നിന്നെ അവൾ വലിച്ചു കീറും. ഏതായാലും അനാമിക വിട്ടുകൊടുക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഈ SI എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. അന്നേരം അതിന് പറയുന്നുണ്ട്, അവൾ SI മാത്രമല്ല, നല്ലൊരു ഫൈറ്റർ കൂടിയാണ്, കരാട്ടെ കളരി ഒക്കെ പഠിച്ചവളാണ്. അവളുടെ ഫൈറ്റ് നീയും നേരിട്ട് കണ്ടതാണല്ലോ. അവൾ സമാനകളില്ലാത്ത ഒരു പെൺകുട്ടിയാണ്. അങ്ങനെയുള്ള അവളുമായിട്ടുള്ള സൗഹൃദം എനിക്ക് അഭിമാനമാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അനി. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, എപ്പോഴും നീ ഇത് തന്നെയാണല്ലോ പറയുന്നത്, എന്നാൽ കേട്ടോ, അവൾ SI ആയി വന്നാൽ നിന്നെ പോലെ കഥയില്ലാത്ത ഒരുത്തനെ മൈൻഡ് പോലും ചെയ്യില്ല. ഇപ്പോൾ വിളിച്ചിട്ട് എടുത്തോ, അവൾ എടുക്കില്ല. ഇനി നീ അവളെ കാണാൻ ചെന്നാലും മിക്കവാറും അവൾ തന്നെ നിന്നെ ചവിട്ടിക്കുട്ടും, അതാ സംഭവിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് അനാമിക അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷേ അനിക്ക് അത് കേട്ട് കുറച്ച് വിഷമമൊക്കെ ആകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയെയാണ്. നയനയെ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് വരുന്നുണ്ട്. നയനയെ കണ്ടിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, നീ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്കാണോ വന്നത്? അപ്പോൾ നയന പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഇങ്ങോട്ടേക്കല്ലാതെ വേറെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു, വല്ല ഹോട്ടലിലും മുറിയെടുത്ത് താമസിച്ചേനെ. അത് കേട്ട് നയനക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട്, കുറച്ച് കരച്ചിലൊക്കെ വരുന്നുണ്ട്. അത്രയ്ക്ക് വെറുപ്പ് ആദർശേട്ടൻ എന്നോട് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ നിന്നോട് വെറുപ്പാണ്, അതിന് ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് പറഞ്ഞുകൂടെ ആദർശേട്ടന്? നീ ചെയ്ത തെറ്റ് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ അറിവിൽ ഞാനൊരു തെറ്റും ആദർശേട്ടനോട് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദർശേട്ടനോട് ഒരേ ഒരു കാര്യം മറച്ചു വെച്ചു എന്നതാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മറച്ചു വെച്ച കാര്യം ഏതായാലും ഇനി നീ എന്നോട് പറയണ്ട, ഇനി നീ പറഞ്ഞാലും എനിക്ക് നിന്നോടുള്ള വെറുപ്പ് മാറാനും പോകുന്നില്ല. അങ്ങനെ ഭയങ്കര കട്ടക്കലിപ്പിൽ തന്നെയാണ് നമ്മുടെ ആദർശ് ഉള്ളത്. പിന്നെ കാണിക്കുന്നത് ജയനെയും അജയനെയുമാണ്. അജയൻ പറയുന്നുണ്ട് ജയനോട്, ആദർശ് ഇങ്ങനെ നയനയോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നത് നല്ലതാണോ ഏട്ടാ? അപ്പോൾ ജയൻ പറയുന്നുണ്ട്, നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്, അവർ തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ സോൾവ് ചെയ്യട്ടെ. അപ്പോഴേക്കും നയന താഴേക്ക് ഇറങ്ങി വരുന്നത് അജയൻ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നയന ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഏട്ടനോട്. പിന്നെ നയന വന്നിട്ട് അച്ഛനോടും ഇളയച്ചനോടും വളരെയധികം വിഷമത്തോടെ ആദർശിൻ്റെ ഈ പെരുമാറ്റത്തെപ്പറ്റി പറയുന്നുണ്ട്. മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ട് അവരും എന്നെ കൈയൊഴിഞ്ഞു. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, നിങ്ങളൊക്കെ പക്വത എത്തിയ കുട്ടികളല്ലേ, നിങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് കഴിയണം. എന്നിട്ട് ജയൻ ചോദിക്കുന്നുണ്ട്, അല്ല മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒരു തെറ്റും ചെയ്യാതെ അവൻ ഇത്ര മോശമായി ആരോടും പെരുമാറില്ലല്ലോ. അപ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ അറിവിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ,
ഇനി എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോടെങ്കിലും ആദർശേട്ടന് പറഞ്ഞുകൂടെ? അപ്പോൾ ജയൻ പറയും, ഞങ്ങളോടൊന്നും അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല മോളെ. പറയാതെ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന. ഏതായാലും ഇവർ തമ്മിലുള്ള സംസാരങ്ങളൊക്കെ ഒളിച്ചു നിന്ന് ജലജ കേൾക്കുന്നുണ്ട്. ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. രണ്ടും കൂടി അടിച്ചു പിരിയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടും വൈകിക്കാതെ തന്നെ ഇത് ജാനകിയോടും അനാമികയോടും പറയുന്നുണ്ട്. എന്നിട്ട് ജാനകി പറയുന്നുണ്ട് അനാമികയോട്, മോളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് തോന്നുന്നത്. ആദർശ് വെറുത്താൽ ഇനി മിക്കവാറും അവളുടെ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അവളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ പ്രസവം കഴിഞ്ഞ് അവളുടെ ചേച്ചിയും അവിടെ തന്നെ നിൽക്കട്ടെ. അന്നേരം അനാമിക പറയുന്നുണ്ട്, മൂന്ന് പേരെയും ഇങ്ങോട്ടേക്ക് തള്ളാൻ നോക്കിയതല്ലേ അവളുടെ അച്ഛനും അമ്മയും, ഇനി 3 പേരും അവിടെ തന്നെ നിൽക്കട്ടെ. പിന്നെ ജലജ പറയുന്നുണ്ട്, നമ്മളിനി ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നിന്നാൽ മതി. പിന്നെ അവർ തമ്മിൽ പിരിയാൻ വേണ്ടി ആദർശിനെ ഒന്ന് ചൂട് പിടിപ്പിക്കണം. അവൻ്റെ മുത്തശ്ശൻ്റെ അതേ സ്വഭാവമാണ്. ഒരു തീരുമാനമെടുത്താൽ എടുത്തതാ. പിന്നെ കാണിക്കുന്നത് വേണുവിനെയും രേവതിയെയുമാണ്. ഈ വിവരങ്ങളൊക്കെ അവരും അറിഞ്ഞു കഴിഞ്ഞു. അവരും നല്ല സന്തോഷത്തിലാണ്. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, എൻ്റെ വേണു ഏട്ടാ, എല്ലാ അമ്പലത്തിലും ഞാൻ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു അവളും ആദർശം തമ്മിൽ അടിച്ച് പിരിയാൻ എന്ന് വെച്ചാൽ അവളെ അവിടെയുള്ള എല്ലാവരും തലയിൽ വെച്ച് നടക്കുകയായിരുന്നില്ലേ? വേണു പറയുന്നുണ്ട്, ഏതായാലും നമ്മുടെ മോൾക്കിപ്പോൾ വലിയ സന്തോഷമായി കാണുമല്ലോ എന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ, അവൾക്ക് വലിയ സന്തോഷമായി. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ബാഗുമായിട്ട് നയന വരുന്നുണ്ട്. നയനയെ കണ്ടതും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഒറ്റയ്ക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, നയനക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. അത് പിന്നെ അച്ഛനും അമ്മയും എന്നോടിപ്പോൾ ഒന്നും ചോദിക്കരുത്. ആദർശേട്ടൻ എന്നോട് മിണ്ടുന്നില്ല. എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാനിനി അവിടേക്ക് പോകുന്നില്ല. എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, മോളെ എന്താ ഇങ്ങനെയൊക്കെ? നിങ്ങൾ നല്ല സന്തോഷത്തോടെയല്ലേ ജീവിച്ചു കൊണ്ടിരുന്നത്? അപ്പോൾ നയന പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ആദർശേട്ടൻ ഒരു ശത്രുവിനോടെന്ന പോലെയാണ് എന്നോട് പെരുമാറുന്നത്. ജ്വല്ലറിയിലേക്കും വരാൻ പറയുന്നില്ല. എൻ്റെ സേവനം ഇനി ആദർശേട്ടന് വേണ്ട എന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞാൻ എന്തിനാ അമ്മ അവിടെ നിൽക്കുന്നത്? അവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യം എന്താ? എന്നിട്ട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്താ മോളുടെ തീരുമാനം? അന്നേരം നയന പറയുന്നുണ്ട്, ഇനി മുതൽ ഞാൻ ഇവിടെ നിന്നുകൊള്ളാം നിങ്ങളെ സഹായിച്ചുകൊണ്ട്. ആദർശേട്ടന് ബന്ധം പിരിയണമെങ്കിൽ ആയിക്കോട്ടെ, എന്നാലും ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. അപ്പോഴേക്കും ഗോവിന്ദൻ തളർന്നുപോയി. പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് തളർന്നു പോകുന്നുണ്ട്. അത് കണ്ട് നയനയും കനകയും ഞെട്ടുന്നുണ്ട്. അച്ഛാ, ഗോവിന്ദട്ട എന്ന് വിളിച്ച് 2 പേരും കരയുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.